എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വെൻറ്റോടെ റിയർ ഷോക്ക് കണ്ടോ, പിന്നെ കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണേ. കണ്ടോ ഓയിൽ നോക്കി, ഓയിൽ കംപ്ലീറ്റ് ലീക്കായി പോയിട്ടുണ്ട് കേട്ടോ. ഓയിൽ കംപ്ലീറ്റ് ലീക്കായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് കാണിച്ചു തരാം, നോക്കിക്കോണേ. ഷോക്ക് വരയ്ക്കാൻ നോക്കിക്കോട്ടാ. കണ്ടോ കണ്ടോ, 2 വിരലേ ഞാൻ പിടിക്കണം. കണ്ടോ കണ്ടോ, ഇത്രയും ഫ്രീ ആയി പോയിട്ടാ. അപ്പോൾ എന്ത് സംഭവിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ ഷോക്ക് ഒട്ടും വറക്കിയില്ല, കോൾ സ്പ്രിങ്ങിൽ വറക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് താട്ട് മേളിട്ട് പോകും. ഇത്ര ഫ്രീ ആവരുത്. പിന്നെ ബൂട്ടും ബഫറൊക്കെ ഉണ്ടോ, ബൂട്ടും ബഫറൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബഫറൊക്കെ ഉണ്ട്. ഈ ബഫറൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നിറച്ച് ഡസ്റ്റ് കയറും. ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്തുള്ള സീല് പെട്ടെന്ന് പോകും. ഈ ഷാഫ്റ്റിൽ കൂടെ ഈ പൊടിയും മണ്ണൊക്കെ അടിച്ച് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വരുന്ന സീല് പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഷോക്ക് ലീക്ക് വരുന്നത് കേട്ടോ. അത്യാവശ്യം വിലയുണ്ട് ബാക്ക് ഷോക്കിന്. ഫ്രണ്ട് ഷോക്കിനേക്കാൾ റേറ്റ് കൂടുതലാണ് പോളോ വെൻറ്റോൻ്റെ റിയർ ഷോക്കിന് കേട്ടോ. 4 സംതിങ് ഒന്നും ഉണ്ട് ഇതിന് ഫ്രണ്ട് റിയർ ഷോക്കിന്. ഫ്രണ്ട് ഷോക്കിന് അത്രയും വില ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോക്കിന് മാറേണ്ട ഒരു വഴിയൊന്നുമില്ല, ഷോക്ക് എന്തായാലും മാറണം. അപ്പോൾ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആവും. അപ്പോൾ ഈ ഷോക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ മെയിൻ കാരണം പറഞ്ഞാൽ ഈ ബൂട്ടും ബഫറും കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ ബഫറൊക്കെ പൊടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് അടിക്കുകയും ചെയ്യും. ഇതിനകത്തൂടെ കിടന്ന് ഉള്ള പൊടി മൊത്തം അകത്തോട്ട് കയറും കേട്ടോ. അതുപോലെ തന്നെ ഈ ബഫർ കണ്ടോ, ഇതിനകത്തൊരു ബഫറുണ്ട്, കാണിച്ചിട്ടാവേ. കണ്ടോ, ഈ ബഫർ ഇങ്ങനെയല്ല, അത് വലിയൊരു പീസാണ്, മൊത്തം പൊടിഞ്ഞു പോയിക്കുന്നത്. ഇത് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ ഇത് നേരെ നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ ഇടയിൽ കൂടെ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവും കേട്ടോ. അപ്പോൾ ബൂട്ടും ബഫറും സൗണ്ട് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിന് പൊടിഞ്ഞു പോകുമ്പോൾ തന്നെ ബൂട്ടും ബഫറോടെ മാറ്റിയേക്കാം കേട്ടോ. ഷോക്കിൻ്റെ ബാക്കിൽ ബൂട്ടും ബഫറോടെ മാറ്റിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഷോക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ ഒലഞ്ഞൊലിഞ്ഞ് പോകും. നമ്മൾ വള്ളത്തിനകത്തിരിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒലഞ്ഞൊലിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഷോക്ക് കംപ്ലൈൻറ്റ് ആവുന്നത്. ഷോക്ക് കംപ്ലൈൻറ്റ് ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. വണ്ടിക്ക് ഒട്ടും യാത്രാസം ഉണ്ടാവില്ല. ആ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം ഒട്ടും സ്റ്റെബിലിറ്റി കിട്ടില്ല വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഷോക്കൊക്കെ മാറ്റുക, നല്ല സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഷോക്ക് മാറ്റിയില്ലെങ്കിൽ ഡ്രൈവിങ് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അത് മാത്രമല്ല ഭയങ്കര ഡേഞ്ചറും ഉണ്ടാകും. അപ്പോൾ ഷോക്ക് മാറ്റുക, സേഫായിട്ട് വണ്ടി ഓടിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.